ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ വെള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ്. മുസ്തഫ മുസദ്ദിഖും മുജീബുൻ ഹബീബുല്ലാഹ് മുൻവിറും മുബശ്ശിറും മുബർറും കലീമുല്ലാഹ് മുസ്ലിഹും മുകറമും മുബീനുൻ സിറാത്തുല്ലാഹ് മുദക്കിറും മുഖദ്ദസും മുജാബുൻ നജിയുല്ലാഹ്. മുഖ്തഫിം മുഅമ്മിലും മുഖീമുൻ സഫിയുല്ലാഹ് മുജ്തബാ മുദ്ദസ്സിറും മുതീഉൻ അബ്ദുല്ലാഹ്. മുഖഫിം മുഖീലുൽ അസറാത്തി കരീമുല്ലാഹ് മുസമ്മിലും മുഹമ്മദും മഹദിർ റസൂലുല്ലാഹ്. ചികവറൻ നബിക്കും മാൽ അരികോരിലും സലാത്തേ ജിക സലാമും മാജിദേ നീച്ചൽ സരദീനത്തേ. അക്രമുൽ മുകറമായ ത്വാഹ മൗനത്തേ അഹദവായ നിഖിതയിൽ ഏകണം പേരോത്തേ. അനേകം ആത്മീയ ജ്യോതിസ്സുകൾ പ്രഭ പരത്തിയ ഹിജ്റ 2-ാം നൂറ്റാണ്ട്. ഹിജ്റ 145 റബീഉൽ അവ്വൽ 11 ഒരു ബുധനാഴ്ചയായിരുന്നു അത്. ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും പുത്രിയായി മക്ക ഷരീഫിൽ ഒരു പൊന്നോമന പിറന്നു. സ്നേഹവാത്സല്യത്തോടെ പിതാവ് അവരെ പേര് വിളിച്ചു നഫീസ. പിന്നീട് ആത്മീയ ലോകത്ത് സുപ്രസിദ്ധയായ മഹിളാരത്നം ബീവി നഫീസത്തുൽ മിസ്രിയ ആയിരുന്നു ആ കുഞ്ഞ്. Allah
ചെറുപ്രായത്തിൽ തന്നെ ആരാധനാകർമ്മങ്ങളിലും മതകീയ ചിട്ടകളിലും അതീവ തൽപരയായിരുന്ന മഹദി തൻ്റെ 6-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. തുടർന്ന് കർമ്മശാസ്ത്രത്തിലും ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലും അവഗാഹം നേടി. മികവേറിസ് ഹാക്കതെന്നോർ വേളിയും കഴിത്തേ വിണ്ടേമാരർ കൂടെ മിസ്റാനതിൽ വാസിത്തേ ബിഗുഡാ നീലെന്ന ഹറാദിൻ്റോലിപ്പാതൈ നീലത്തേ വേളை മുഖ മക്കനാ കൊണ്ടയ്യதை നാടത്തേ തകുതിയാനേ താനെ ബീവിയിൽ തോനെ ന്യമത്തേ താനവാനി നൽകി വീട്ട് ഞങ്ങളെ ഹാജത്തേ അഖില മിസ്രിൽ ഉള്ളവർക്ക് മേനിയും ന്യമത്തേ ആണ്ടവൻ നീ ബീവിയാലെ ഏറ്റമിൽ കൊടുത്തേ ആവേനും ഓരോ യഹൂദി ബിന്തിനുൾ ദേഹത്തെ ആകനെ പോഴഞ്ഞ് കെട്ട് ശേഷിയും ക്ഷീണത്തെ
വിജ്ഞാനസാഗരത്തിൽ വൻ തിരകൾ അലയടിക്കുന്ന കാലം. ഇമാം മാലിക്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹും തുടങ്ങി നിരവധി അത്യുന്നത പണ്ഡിത ശ്രേഷ്ഠർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നഫീസത്ത് ബീവി എന്ന വിജ്ഞാനത്തുരുത്തിലേക്ക് വിദ്യ തേടി ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. വിഷയം എന്നും കേളുവിൻ ഈ ബീവിയാർ ഗുണത്തെ വിള്ളയോരു തള്ളബുട്ടി ഉള്ളകം കാനത്തെ രസനാമിൽ കാരഞ്ഞ് നെഞ്ചിൽ കൈവാലി താടിത്തെ ബേക്കാബറും ദുഃഖമാലെ ബീവിയാർ മൂനത്തെ കുഴഞ്ഞ് ബന്ധ് ചൊല്ലെ എന്നിൽ ഉണ്ട് അർബാത്തെ കുമരി മക്കളും യത്തീമാം നാങ്കൾ ഈശത്തെ കഴിയുവാൻ പകൽ ഇരവിൽ നോൽക്കുമേങ്കൾ കൈത്തെ കതിത്തത് പോലെ 8 നാൾ വരെ നൂറ്റ നൂലൊരുമിത്തേ എടുത്തു കെട്ടി ഞാനതന്റെ റസ് തന്നിൽ വെത്ത് വേണമാൾ നാടന്തി പൂടും ഉള്ള സൂകാകത്തെ കടന്തുടാനെ വിട്ടെനിക്ക് കിട്ടിയിടും കീമത്തെ കണക്ക് പോലെ 2 ഓഹരി ചെയ്തതൈ പാകുത്തേ പടി ആറുത്ത സംഗിയക്ക് ഭക്ഷണവും മെത്തെ പകുതിയുൾ തൂകക്ക് പഞ്ഞി വാങ്ങുവാൻ നീനൈത്തെ നടന്നിടുമ്പോൾ എൻ ശിരസിൽ നിന്ന് നൂലിൽ കെട്ട് നാടി തൊയിറ് റാഞ്ചി കൊണ്ട് പോയിടേ എൻ മുത്തേ മുത്ത് ബീവി കേട്ട് ദുആ ചെയ്ത സമയത്തെ മുന്തി കൊഞ്ചം മനുദർകൾ ബന്ധു ഭാഷം മുത്തേ ഉത്തുയമത് കപ്പലോടും ഫോത് ലൗസത്തെ ഊനമാലടർന്ന് യമതില്ലേശി ഹൈറാനത്തെ ബത്തേലിൽ ഫേരും നാൺകളും വെളുത്തേ വേലയോരു പക്ഷിയേക്ക് നൂൽ അകത് അണൈത്തേ അത്തോടുത്ത നാരും വാരും ധാരയിലമർത്തേ ആനതായമതും കപ്പലായ സലാമത്തേ മോളിന്തവർ അഞ്ഞൂർ വെള്ളി ബീവിയിൽ കൊടുത്തേ മുർഷിദർ ഹാഫിൽ കൊല്ലും മോദിയ ശൈബത്തെ വിളിത്തവരിൽ നൽകി ബുട്ടി വാങ്ങി സന്തോഷിത്തേ വേഗമിൽ നടന്നണ്ണഞ്ഞ് തന്റെ വിടകത്തെ കിളവി വാർത്ത ബിന്ദിയോർകൾ തന്നിൽ അറിവിത്തേ കേട്ടവർകൾ മകുണത്തിരു ബീവി നഫീസത്തെ വളരെ വാർത്തി ഹൈറ് കൊണ്ട് മദ്ഹൂദും ബിരുത്തേ വല്ലവായി ബീവി ഹക്കാൽ ബീട്ടാണ് ഹാജാത്തേ മകൻ നബി മുത്ത് മകളായേ വൈഷം ഹാദിൽ ബൈത്തിൽ ഹദിയോരായേ കരുണാരത്താരുൾ ബീവി നബി സത്തിൽ അലിയല്ലാഹ് കരുണാരിലാകാക കണത്തിടല്ലാഹ്
ഭൗതിക സുഖാഡംബരങ്ങൾ മുഴുക്കെ ത്യജിച്ച് സൃഷ്ടാവിന്റെ പ്രീതിക്കായി ജീവിതം സമർപ്പിച്ച ബീവി നഫീസ റളിയല്ലാഹു അൻഹ വീട്ടിൽ സ്വന്തമായ ഒരു ഖബർ കുഴിക്കുകയും അതിലിറങ്ങി ഖുർആൻ ഓതുകയും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ദിനരാത്രങ്ങൾ മുഴുക്കെ നോമ്പിലും നിസ്കാരത്തിലുമായി കഴിച്ചുകൂട്ടിയ മഹദിയുടെ ജീവിതത്തിലും മരണശേഷവും നിരവധി കറാമത്തുകൾ ഉണ്ടായതായി പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയുവാൻ മകാഫിറെന്നൊരാള് ദിമ്മിയത്തെ ആയൊരു സ്ത്രീയെ കല്യാണമേ കസിത്തെ സിറിയവൾ ഒരാൺ കിടാവെ മേനിൽ പ്രസവിത്തെ സ്നേഹമാലെ പോറ്റിയേറ്റം ആറ്റലാൽ വളർത്തെ ഉറയുവാൻ ആ കുട്ടിയെ അത് നദിക്കകത്തെ ഉള്ളവർ പിടിത്ത് ഹാബസാനതിൽ ഗണിത്തെ അറിന്തവന്റെ അന്നയാൾ ഔദ് സൗജിലുത്തെ അമ്പരെ നമൈന ഫീസ് താണവർ ഇടത്തെ ഇടാമിൽ ചെണ്ടുരുക്കുവീരെ നമ്മളിൽ ഭവിത്തെ ഇടങ്ങേറായി തരിത്ത് മാറാൻ ബീവിയർ മൂനത്തെ അടുത്ത് വാർത്ത ചാറ്റിയേറ്റം സംഗീതം കാണിത്തെ അന്തേ പോതിൻ മുത്ത് ബീവി നൽതു ആ കൂഫത്തെ ഉടനെ റബ്ബ് അത്തേട്ടം കാബൂലാക്കിടയിൽ നിജത്തെ അന്ന് പാതിരാവിൽ കുട്ടി ബാസലിൽ അടിത്തെ ഓശ കേട്ടവന്റെ ഉമ്മയാൽ ആശിത്തെ അത്തിരാൽ തുറന്ന് വാതിൽ ഡാട്ടനെ തരിഞ്ഞ് തരിതത്തവന്റെ കൈപൂടിത്ത് കൺമുഖം മണത്തെ താരുളെ നീ ഹബ്സദീന് എങ്ങനെ വന്നത്തെ ഊരത്തവൻ നീ ഹബ്സദീന് എങ്ങനെ വന്നത്തെ ഊരത്തവനാദന്റെ ഉമ്മ കേളുവിൻ പാലത്തെ ഉന്മഭാഷം ഞാൻ കെണിയിൽ ദുഃഖമാൽ മൂഷിത്തെ ഈരിന്തിടുമ്പോൾ കണ്ടൊരു വളർമയുൾ കരത്തെ ഇട്ട സലാസിൽ അതിനെ പൊട്ടുവാനൊരു സൗത്തെ തരമഹീനിൽ എന്നുടെ യതിക്കകം ഗണിത്തെ ചങ്ങല തേറിത്ത് ഞാനും പോരെ ഈ സാത്തെ
ഈജിപ്തിലെ മആഫിറിൽ താമസിച്ചിരുന്ന ഒരു സാധു മനുഷ്യന്റെ കുട്ടിയെ ഏദനിൽ വെച്ച് ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ അന്വേഷിച്ച് രക്ഷിതാക്കൾ എല്ലാ വാതിലുകളും മുട്ടി, പക്ഷേ കണ്ടെത്താനായില്ല. ദിനങ്ങൾ പിന്നിടവേ അവർ നഫീസ ബീവിയെക്കുറിച്ച് കേൾക്കാനിടയായി. ഒരു ദിവസം അവർ ബീവിയെ സന്ദർശിച്ചു. വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മകനെ ഏദനിൽ വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി. ഇതുവരെ ഒരു വിവരവുമില്ല. ബീവി ഞങ്ങളെ സഹായിക്കണം. നഫീസ റളിയല്ലാഹു അൻഹ റബ്ബിനോട് കുട്ടിയെ തിരിച്ചു കിട്ടാനായി പ്രാർത്ഥിച്ചു. അന്ന് നേരം ഇരുട്ടി. ആ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു. ചുറ്റുപാടും മൂകമാണ്. പെട്ടെന്നൊരു ശബ്ദം. വാതിലിൽ ആരോ മുട്ടുന്നു. വീട്ടുകാർ വാതിൽ തുറന്നു. കുട്ടിയിതാ വാതിലിനരികിൽ നിൽക്കുന്നു. എല്ലാവരും വിസ്മയഭരിതരായി. രക്ഷിതാക്കൾ അവനെ വാരിപ്പുണർന്നു. സംഭവിച്ചതെല്ലാം അവൻ വിവരിച്ചു. അവർ എന്നെ കൊണ്ടുപോയി ഭാരമേറിയ ജോലികൾ ചെയ്യിപ്പിച്ചു. ഇന്ന് ചങ്ങലയിൽ ബന്ധിച്ച എന്റെ കയ്യിൽ ആരോ പിടിച്ചതായി എനിക്ക് തോന്നി. ഉടനെ ഒരശരീരി മുഴങ്ങി, ഇവനെ നിങ്ങൾ മോചിപ്പിക്കുക. ഇവന്റെ കാര്യത്തിൽ നഫീസ ബീവി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു അത്. ഉടനെ അവർ എന്നെ വിട്ടയച്ചു. പക്ഷേ ഇത്ര വേഗത്തിൽ വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ബീവിയുടെ ജീവിതകാലത്തെ കറാമത്തുകളിൽ നിന്നും ഒരു സംഭവമാണ് ഇത്. ഈ സംഭവം അറിഞ്ഞ അനേകം പേർ സൽപാന്താവിലേക്ക് കടന്നുവന്ന് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയരെ തുണ കാവലങ്ങൾക്ക് ഗണം മന്ന
നഫീസ ബീവിയുടെ മക്ബറയുടെ സമീപം താമസിച്ചിരുന്ന മുഹിയുദ്ദീനുൽ മിത്തുരി എന്നവരുടെ മകൾ കൂട്ടുകാരോടൊത്ത് കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മോഷ്ടാവ് കുട്ടിയെ വലിച്ചിഴച്ച് നഫീസ ബീവിയുടെ മക്ബറയുടെ സമീപമുള്ള ഒരു കുഴിയിലേക്ക് ഇറക്കി കഴുത്തറുത്ത് ആഭരണം മോഷ്ടിച്ച് സ്ഥലം വിട്ടു. കുട്ടിയെ കാണാതായപ്പോൾ ഭരണാധികാരി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂട്ടുകാരിൽ നിന്ന് ലഭിച്ച സൂചന അനുസരിച്ച് മോഷ്ടാവിനെ പിടികൂടി. പ്രതിയെയും കൂട്ടി കൊലപാതകം നടത്തിയ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ മരണപ്പെട്ട ബാലിക കഴുത്തിൽ ചോരപ്പാടുകളുമായി എണീറ്റു വരുന്നതാണ് അവർ കണ്ടത്. കാര്യമന്വേഷിച്ചവരോട് അവൾ വെളിപ്പെടുത്തിയ സത്യം കേട്ടവരെ അത്ഭുത സ്തബ്ധരാക്കി. അവൻ കഴുത്തറുത്തപ്പോൾ സുന്ദരിയായൊരു സ്ത്രീ എന്റെ അടുത്തു വന്ന് മോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്റെ ശരീരത്തിൽ തടവി. ഉടനെ രക്തത്തിന്റെ ഒഴുക്ക് നിന്നു. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ നഫീസയാണെന്നായിരുന്നു അവരുടെ മറുപടി. നഫീസ ബീവിയിൽ നിന്ന് മരണാനന്തരം ഉണ്ടായ കറാമത്തുകളിൽ ഒന്നു മാത്രമാണിത്. ഇബ്നു ഇയാസിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നത്. കതിത്തനതേ കൺമാണി തിരുതരുളത്തരുൾ ബീവി കൽബിലേറ്റം പ്രിയമായ മാനിതപ്പൂദേവി മതിയിലും തെളിവു കണ്ട് അറ്റലായ ശോഭി മഹിമശില ഗുണമണിപ്പൊരുൾ ബിരിദ പ്രഭുവി മതിരന സംഗി ഗന്ധ കരളെ എന്നെയും വിട്ടല്ലോ മാറിട ക്ലേശമിൽ ഞാൻ മുങ്ങിയോനായല്ലോ ഇത് വീതം ഉരത്തവരെ നൽകനാസയാണേ എടുത്തു ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോകുവാനേ പോകുവാനൊരുങ്ങിടുന്നേ ഹലാത്തെ നലർത്തെ പുതിന ഇസ്ഹാഖരിൽ മിസ്റുലഗർ ഊത്തെ നാഗരെ പതിയിൽ തന്നെ മുത്ത് ബീവിയാരെ നല്ല പോൽ മറ ചെയ്തിടുവിൻ നാദാരെ സൗജോരെ വികൃതം അപേക്ഷയെ കൈ കൊണ്ടിടാതെ നിർത്തി വേളയിൽ ഇസ്ഹാഖരിൽ തിരുത്തോഹയർ ഉണർത്തി ഏകാവൻ മിസ്രാണതിൽ ഇറക്കിടും നിഅമത്തെ എന്തിനാണു മധുപേക്ഷ ചെയ്യുന്നീതത്തെ കാദിര ബീവി മുന്നമാസ് ചെയ്തിടാൻ കൊഴുത്ത് ഖബറകം ജനാസയെ തൽമഹിമയാൽ മറൈത്തെ പതിയാറില്ലാതിനാലെ പേനിമേൽമയും ഭാവിത്തെ പാകിയ തിരുബീവിയാലെ ഏറി സന്തോഷിത്തെ നദിയാരാം നഫീസത്തോരിൽ നായകൻ കൊടുത്തേ നാണയം വിലായത്തും നൽകേളിയും ഗുണത്തെ ഉദിമാതി പ്രകാശ ബീവിന്റെ ആദര ഗുണത്തെ ഉന്നി ഇബ്നു ഹജർ ആദെന്നവർ തിരിത്തെ ഓതുവാനിപ്പോൾ അനേകം ഉണ്ടി
അന്ന് നൈലിന്റെ ഓളങ്ങൾ ശോകഗീതം മൂളുന്നുണ്ടായിരുന്നു. വിശ്വചരിതത്തിൻ താളുകളിൽ സുവർണ ലിപികളിൽ കോറിയിട്ട ഒത്തിരി സംസ്കൃതികളുടെ ജന്മസ്ഥലി മിസ്ർ. മിസ്റിന്റെ മണൽത്തരികൾ വേർപാടിന്റെ നൊമ്പരം ഏറ്റുവാങ്ങുകയായിരുന്നു. ചെങ്കടലിൻ തീരത്ത് മൂകത തളം കെട്ടി നിൽക്കുന്നു. മിസ്ർ നിവാസികൾ ഒന്നടങ്കം കണ്ണീർ പൊഴിച്ചു. ബീവിയുടെ രോഗം മൂർജിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് നോമ്പ് മുറിക്കണം, ഡോക്ടർമാരുടെ നിർദ്ദേശം. ബീവി ചെവിക്കൊണ്ടില്ല. അവർ പ്രതിവചിച്ചു, മഅദല്ലാഹ്, 30 വർഷമായി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ നീ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ എന്ന്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കാൻ പറയുകയാണോ? പറ്റില്ല. ബീവി സൂറത്തുൽ അൻആം ഓതാൻ തുടങ്ങി. അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ശാന്തിയുടെ ഭവനമുണ്ട്. അവരുടെ രക്ഷിതാവ് അവനാണ്. അവരുടെ പ്രവർത്തന ഫലമാണത് എന്ന സൂക്തം എത്തിയപ്പോൾ നഫീസത്തുൽ മിസ്രിയ എന്ന പ്രകാശഗോളം ഇഹത്തിൽ നിന്ന് അസ്തമിക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹിജ്റ 208 റമളാൻ 15 ഈ വേർപാട്. ക്ഷമിത്തോരു സ്ത്രീക്ക് പേറ്റ് നൊമ്പലം പീഡിത്തെ ശേഷിക്കെട്ട് 2 നാൾ വരെ ബേജാറിൽ നീലത്തെ സമയം ഇന്റെ ബീവിയിൽ നേർച്ചയെ കൂഫത്തെ സാദിയം മൊഴി മൂടി
ശൈല